ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുന്നു. ഇനി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണർ. സംഭവബഹുലമായ 5 വർഷങ്ങൾ. ശരിക്കും ഗവർണർ സർക്കാരിനെയാണോ അതോ സർക്കാർ ഗവർണറിനെയാണോ വിമർശിച്ചിരുന്നത്, വിറപ്പിച്ചിരുന്നത്? പൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഇനിയെങ്കിലും പോരാ അവസാനിപ്പിക്കോ? സർക്കാർ ഗവർണർ പോരിന്റെ നീണ്ട 5 വർഷം എന്തൊക്കെ ബഹളായിരുന്നു. രണ്ടു കൂട്ടരുടെയും കയ്യിലിരിപ്പ് കാരണം ഗവർണറുടെ എത്രയെത്ര ഭാവഭേദങ്ങളാണ് നമ്മൾ കണ്ടത്. ഗവർണറുടെ നവരസങ്ങളിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോണത്. ആദ്യം ശൃംഗാരം. മൂപ്പര് സർക്കാരായിട്ട് മാത്രമല്ലല്ലോ, SFI ആയിട്ടും എപ്പോഴും പോരായിരുന്നല്ലോ. അങ്ങനെ പോര് കത്തി നിൽക്കുന്ന സമയം, ആ സമയത്ത് SFIന് വെല്ലുവിളിച്ച് മൂപ്പര് മിഠായി തെരുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നടന്നു. എന്നിട്ട് ആ കടകളിലൊക്കെ കയറി നടന്ന് ഹൽവ കടകളിലുള്ളവരെ കൊണ്ട് വായിൽ വെപ്പിക്കായിരുന്നില്ലേ? ഓഹോ, ചിരിച്ചു കളിച്ച് നാട്ടുകാരുടെ പ്രിയങ്കരനാവാൻ നോക്കാണല്ലേ? നട്ടക്കില്ല, ഞങ്ങളുടെ CM അതിന് സമ്മതിക്കില്ല. കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തന്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. കോടികൾ ചെലവിട്ട് ട്രിപ്പ് മോഡിൽ യാത്ര ചെയ്ത് അതിന് നവകേരള യാത്ര എന്ന് പേരുവിട്ട് ചില്ല ചെയ്ത ആൾക്കാരല്ലേ നിങ്ങൾ? ആരിഫ് മുഹമ്മദ് ഖാൻ, ഞങ്ങളുടെ സർക്കാരിന് ഒക്കെ ആയിട്ടുള്ള പ്രോട്ടോകോൾ അങ്ങനത്തെയൊക്കെയാണ്. മനസ്സിലായ? അടുത്ത രസം ഹാസ്യം. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിലായിരുന്നല്ലോ സർക്കാരായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടായിരുന്നത്. ലോകായുക്ത ബില്ല്, സർവകലാശാല ബില്ല്, അങ്ങനെ എത്ര ബില്ലുകളിൽ മൂപ്പര് ഒപ്പിടാണ്ട് ഒളിച്ചു കളിച്ചിരിക്കുന്നു. ഒപ്പിടണമെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ കമോന്ന് പുള്ളി രാജ്ഭവനിൽ ഇരുന്ന് പറയുമായിരുന്നു. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. It is your constitutional duty to brief me regularly. I do not know what fear he has. He does not want to come to Rajbhavan. ഞങ്ങളുടെ പിണറായി സാറിന്റെയും ടീമിന്റെയും ഏറ്റവും വലിയ തലവേദനയായിരുന്നു ബിക്കോസ് ഈ ചിരിയിൽ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവര് നൈസായ ഒരു ചെറിയ ഏകാധിപതിയെ പോലെ ഇവിടെ വിഹരിച്ചിരുന്നവരല്ലേ. അവരുടെ ഇടയ്ക്ക് ഗവർണർ വന്നപ്പോ പലർക്കും ഒക്കെ വരയ്ക്കേണ്ടി വന്നു. അതിനിടയിലും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഗവർണർ അദ്ദേഹവും ശ്രമിച്ചിരുന്നു കേട്ടോ. ആ ഭാവത്തിന്റെ പേരാണ് കരുണ. വീണ്ടാമതും ജനപ്രിയ മുഖം ഇല്ല, ഇതനുവദിച്ചു തരാൻ പറ്റില്ല. പിന്നീട് പിണറായി സാറിന്റെ ശിഷ്യഗണങ്ങളുടെ ആറാട്ടായിരുന്നു കേരളം കണ്ടത്. ഗവർണർ അവിടെ പോയാലും എവിടെ ഇറങ്ങിയാലും അവിടെ എല്ലാം കരിങ്കൊടി. അവസാനം ഗവർണർ തന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. അവസാനം വീരഭാവം പുറത്തെടുത്ത് പ്രതിഷേധിച്ചവരുടെ ഇടയിലേക്ക് വീരനായി ഇറങ്ങിച്ചെന്നു. അടിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടാന്ന് 2 ഡയലോഗ് അടിച്ചു. പക്ഷെ പിന്നീട് പിള്ളേരുടെ പ്രതിഷേധം കണ്ടപ്പോ പുള്ളിയുടെ വീരഭാവം ഒക്കെ അങ്ങ് മാഞ്ഞു പോവാൻ തുടങ്ങി. ഈ പ്രതിഷേധ ബാനറും പിന്നെ കരിങ്കൊടി അങ്ങനെയൊക്കെ കാണുമ്പോ ബീഭത്സം, ഭയാനകം, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഭാവം പുള്ളി പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. അടുത്ത ഭാവം അത്ഭുതം. ചില സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടിട്ടാണ് ഗവർണർക്ക് ആ ഭാവം പുറത്തു വന്നത്. ഇത് കേട്ടിട്ട് ഗവർണർക്ക് മാത്രമല്ല നാട്ടുകാർക്കും അത്ഭുതം തോന്നി. ഗവർണറുമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വേഗത്തിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെ നല്ലോണം വിമർശിച്ചു. സർക്കാരും കൊടുത്തു തിരിച്ചു നല്ലോണം. എന്നിട്ട് ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടായി. എന്നിട്ട് പറയാ സർക്കാരും ഗവർണറും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ. അന്നേ തോന്നി എന്തോ എവിടെ ഒരു തകരാറ് പോലെ. അടുത്ത ഭാവം ശാന്തം. ശാന്തത്തിന് ഇപ്പൊ എന്നിട്ടാ പറയാ? ശാന്തമില്ല കേട്ടോ, ശാന്തമില്ല, ഓൺലി വയലൻസ്. ഈ 5 വർഷത്തിന്റെ ഇടയിൽ സർക്കാരിന്റെ പല പരിപാടിയിലും ഗവർണറെ ക്ഷണിച്ചില്ല. എന്നെ ക്ഷണിച്ചില്ലേന്ന് പലതവണ സങ്കടം പറഞ്ഞു, വിമർശിച്ചു. പൊതുവേദിയിൽ പല പരിപാടിയിലും രണ്ടാളും മുഖത്തോടും മുഖം പോലും നോക്കിയില്ല. അങ്ങനെ വെരി ലോങ് പിണക്കകാലം. അങ്ങനെ ഗവർണർ ഡൽഹിയിലേക്ക് മടങ്ങുന്നു. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇവിടെ ശോകമുഖാവോ എന്തോ. ഗവർണർ പോകുന്നതിൽ ആകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും.
തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. അദ്ദേഹം കേരളത്തോട് കാട്ടിയിട്ടുള്ള സ്നേഹത്തിന് നന്ദി. അദ്ദേഹം ഇനിയും ഒരു ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാരഥി എന്ന നിലയിൽ ഈ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാലൻ സഖാവ് പറഞ്ഞതുപോലെ ഗവർണർ ഇവിടുന്ന് പോണത് നമ്മുടെ ജീമാരെങ്ങനെ സഹിക്കും? നമുക്ക് അതാലോചിച്ചിട്ട് സങ്കടം. ആരിഫ് മുഹമ്മദ് ഖാനോട്, ആദരണീയനായ ഗവർണറോട് CPM-നുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും CPM-നും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. പോട്ടെ സുരേന്ദ്രൻജി, ആരായാലും ഒരു ദിവസം പോണ്ടതല്ലേ. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇനിയിപ്പോ അടുത്ത ഗവർണർ വരട്ടെ, അപ്പോഴെങ്കിലും ഇപ്പൊ ഓരോന്ന് അവസാനിക്കുന്ന കരുതാ. പെട്ടെന്നല്ല, 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ശരി അല്ലേ? ഒരു ഭീഷണിയുടെ സ്വരമല്ലേ അത്? പുതിയ ഗവർണർ വരുമ്പോ സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക്, ഗവർണർ വേഴ്സസ് സർക്കാർ 2.0 അങ്ങനെ